ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2024 ജൂലൈയിൽ കർണാടകയിലെ ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ ഗംഗാവലി പുഴയിലേക്ക് മറിഞ്ഞുപോയ അർജുൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അല്ലെ. തിരിച്ചു വരണമേ എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു, കരഞ്ഞിരുന്നു ആ സമയത്ത് അല്ലെ. ഓരോ ദിവസവും നമ്മൾ ആ ന്യൂസാണ് കേട്ടുകൊണ്ടിരുന്നിരുന്നത്. അയ്യോ വന്നു വന്നു വന്നു. ആ ന്യൂസ് അത്രയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കാരണക്കാരനായ ഒരേ ഒരാളുണ്ടായിരുന്നു, മനാഫ്. അതായത് ആ ലോറിയുടെ ഓണർ, ഓടിച്ചിരുന്ന ആള് ഈ അർജുനും അതിന്റെ ഓണർ ഉണ്ടായിരുന്നു. ആ ഓണർ മുഖാന്തരമാണ് ശരിക്കും ഈ ശിരൂര് കേസ് തന്നെ വലിയൊരു പ്രകമ്പനം കൊള്ളിച്ചത്. അല്ലെങ്കിൽ അത് അവിടെ ഇട്ട് പോകുമായിരുന്നു, കർണാടക ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആണെങ്കിലും അവിടെ ഇട്ട് പോകുമായിരുന്നു. പക്ഷേ ഈ മനാഫിന്റെ അത്രയധികം വലിയ പ്രവർത്തനങ്ങൾ, ഇയാളെ കണ്ടു കിട്ടണം, അർജുനെ കണ്ടു കിട്ടണം എന്നുള്ള ആഴ്ചകളോളമാണ് അവിടെ കിടന്ന് കഷ്ടപ്പെട്ടത്. ശരിക്കും സ്വന്തം ശരീരം മറന്നിട്ടാണ് അയാൾ തൻ്റെ തൊഴിലാളിയായിട്ടുള്ള ഒരാൾക്ക് വേണ്ടി ആഴ്ചകളോളം അവിടെ നിന്ന് കഷ്ടപ്പെട്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അങ്ങനെ ആഴ്ചകളോളം അവിടെ നിന്നിട്ടുണ്ട് കർണാടകയിൽ തന്നെ. അങ്ങനെ കഷ്ടപ്പെട്ട് എന്തിനു വേണ്ടിയിട്ടാണ് അയാളുടെ അനിയനാണോ ഏട്ടനാണോ അല്ല, തൻ്റെ ഒരു തൊഴിലാളിയാണ് എന്നൊരൊറ്റ ഒരു മര്യാദ വെച്ചിട്ട് കൊണ്ട് തന്നെയായിരുന്നു അങ്ങനെ. പക്ഷേ ആ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിനോട് നന്ദി കേട് കാണിച്ചു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പൊ ഈ ലോറി ഉടമ മനാഫിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട്. യുവാക്കൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നേതൃത്വം വരണം എന്നാണ് അദ്ദേഹം ആശിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ ഇന്റർവ്യൂ ചെയ്തിരുന്ന ഒരാൾ ചോദിച്ചു, എന്താ ഇന്ന് അതായത് ഇന്ന് ശരിക്കും നമ്മുടെ അർജുന്റെ സഹോദരി അഭിരാമിയുടെ വിവാഹമായിരുന്നു. അപ്പൊ ആ വിവാഹത്തിന് ആദർശ്, ചാത്തമംഗലം സ്വദേശി ആദർശായിരുന്നു വരനായിരുന്നത്. അപ്പൊ ഈ വിവാഹത്തിന് ക്ഷണിച്ചില്ലേ മനാഫിനെ? ഇത്രയും അവരുടെ ചേട്ടന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അവരുടെ വീട്ടിൽ നിന്ന് പോലും ഒരാൾ പോലും കഷ്ടപ്പാട് അനുഭവിച്ചിട്ടില്ല. അമ്മയുടെ ആണെങ്കിലും അനിയത്തിയുടെ ആണെങ്കിലും ഭാര്യയുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും അവരുടെയൊക്കെ പത്രസമ്മേളനം വരെ നമ്മൾ കേട്ടതാണ്. മനാഫിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അവർ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത്. അവർക്ക് ശരിക്കും ഇദ്ദേഹം നഷ്ടപ്പെട്ട ഒരു വേദന ആയിരുന്നില്ല അവരുടെ. പകയോ എന്തൊക്കെയായിരുന്നു അവരുടെ ആ പത്രസമ്മേളനത്തിൽ കണ്ടിരുന്നത്. അപ്പൊ അത്രയും അവർക്ക് പോലും ഇല്ലാത്ത വേദന ഈ ഇദ്ദേഹത്തിന് മനാഫിനുണ്ടായിട്ട് മനാഫ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് എത്രമാത്രം നന്ദി കാണിക്കേണ്ട ഒരു വ്യക്തികളാണ് ശരിക്കും ആ വീട്ടുകാർ. അതുപോലും ചെയ്യാതെ അഭിരാമി എന്ന് പറയുന്ന അർജുന്റെ സഹോദരിയുടെ കല്യാണം ക്ഷണിച്ചില്ല. അപ്പൊ താങ്കളെ കല്യാണം ക്ഷണിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ മനാഫിന്റെ മറുപടി എന്തായിരുന്നു? എന്നെ കല്യാണം ക്ഷണിച്ചില്ല, അപ്പൊ അത് വേണമെങ്കിൽ വിട്ടുപോയതായിരിക്കാം എന്ന് പറഞ്ഞ് ഇടറിയ സ്വരത്തിൽ കരഞ്ഞുകൊണ്ടാണ് ശരിക്കും അയാൾ പറയുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂട്ടോ ആ വോയിസ്. നിമിഷങ്ങളാണ്. അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. പങ്കെടുക്കാൻ ക്ഷണമുണ്ടായിരുന്നു? ക്ഷണിച്ചിട്ടില്ല, ചിലപ്പോൾ വിട്ടുപോയതായിരിക്കും തിരക്ക് കാരണം. പക്ഷേ ഏതായാലും പല ആളുകളും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള അറിഞ്ഞ് സന്തോഷം. എല്ലാ ആശംസകളും നേരെയാണ്. ഒരുപാട് ഉയരത്തിലെത്തട്ടെ ആ ഫാമിലി. ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ച ഫാമിലിയാണ്. സങ്കടങ്ങളുടെ മാത്രം ഒരു ലോകത്ത് നിന്നാൽ പോരാലോ, കുറേയൊക്കെ സന്തോഷങ്ങളുള്ള ഒരു ചുറ്റുപാടുണ്ടാവണമല്ലോ. അതുകൊണ്ട് ഇന്ത്യൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ ആശംസകളും നേരുക. എന്തൊരു നന്ദികേടായിരിക്കില്ലേ. അവിടെ ഒരു മംഗളകർമ്മം നടക്കുമ്പോൾ ഇയാളെ ക്ഷണിച്ചില്ല. അവിടെ ശരിക്കും ഒരു മരണം നടന്നപ്പോൾ കഷ്ടപ്പെട്ട് ശരീരം പോലും മറന്ന് കഷ്ടപ്പെട്ട വ്യക്തിയെ മംഗളകർമ്മത്തിന് ക്ഷണിച്ചില്ല. എന്തൊരു നല്ല ആൾക്കാരാണ് അവര്. ഇയാൾ പറയുന്നത് എന്താ വെച്ചാൽ, ഞാനൊരു നന്മ ചെയ്തു. വ്യക്തിപരമായി ഒരുപാട് നഷ്ടങ്ങൾ ഇയാൾക്ക് അന്ന് സംഭവിച്ചിട്ടുണ്ട്. ശരി തന്നെയാണ്, ഒരുപാട് സത്യസന്ധമായി ഇയാൾ പെരുമാറിയിട്ടുണ്ടായിരുന്നു അന്ന്. എന്തിന്റെ പേരിലാണ്, ഫെയിം കിട്ടാനോ എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഒരാൾ അങ്ങനെ കഷ്ടപ്പെടാൻ ഉണ്ടായിരുന്നില്ല. അയാൾ അങ്ങനെ കഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഈ മൃതദേഹം വരെ കണ്ടെത്തിയത്. അല്ലെങ്കിൽ ആരും അത് ചൂടെടുക്കില്ലായിരുന്നു. സത്യത്തിൽ അത് പോയിക്കോട്ടെ എന്നുള്ള ലെവലിലായിരുന്നു എല്ലാവരും. ഇദ്ദേഹം അവിടെ നിന്ന് കണ്ടെത്തണം കണ്ടെത്തണം എന്ന് ആഴ്ചകളോളം കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് എല്ലാവരും അത് ഏറ്റെടുത്ത്, മാധ്യമങ്ങൾ വരെ ഏറ്റെടുത്ത് ശരിക്കായത്. പക്ഷെ ഈ ശരിക്കും വേദനിപ്പിക്കുന്ന ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ലോറി കണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ അതിനുള്ളിൽ ഒരു കുഞ്ഞ് ജീപ്പ് ഉണ്ടായിരുന്നു, ഒരു കളിപ്പാട്ടുണ്ടായിരുന്നു. അത് കുട്ടിക്ക് കൈമാറി, സ്വന്തം അച്ഛൻ മേടിച്ചു വെച്ചതാണ് സ്വന്തം മകന് കൊടുക്കാൻ വേണ്ടി. അത് ശരിക്കും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ കുടുംബാംഗങ്ങൾ നന്ദികേട് കാണിച്ചു എന്ന് പറയാൻ കാരണം, മനാഫിനെതിരെ അവര് രംഗത്ത് വന്ന്, അതായത് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ഇദ്ദേഹത്തിന്റെ മൃതദേഹമൊക്കെ പുറത്തേക്ക് എടുത്തു എന്ന് കണ്ടപ്പോൾ മനാഫിനെതിരെ വന്ന് കുടുംബാംഗങ്ങൾ എല്ലാവരും വന്നിരുന്നിട്ട് പത്രസമ്മേളനം നടത്തി എന്നുള്ളതാണ്. ഈ എത്രയും നാളും കഷ്ടപ്പെട്ട ആൾക്കെതിരെ. അപ്പൊ എന്തായിരിക്കും ഇവരുടെ നന്ദികേട് നോക്കി നോക്കൂ. ഫെയിമിന് വേണ്ടിയിട്ടാണ്, ഷോ കാണിക്കലാണ്, അവർ പറഞ്ഞ കുറേ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ മനാഫ് അപ്പൊ എന്ത് ചെയ്തു, വേറൊരു പത്രസമ്മേളനം ഉണ്ടാക്കി അവർക്കെതിരെ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാറായി തീർന്നു. പക്ഷെ ആരും ചെയ്യാത്തൊരു ഉപകാരം തന്നെയാണ് മനാഫ് എന്ന്
വ്യക്തി ചെയ്തിരിക്കുന്നത്. അത് അവർക്ക് എന്താണ് തിരിച്ചു കൊടുക്കാൻ അവർക്ക് പറ്റിയില്ല എന്ന് തന്നെയാണ്. അത് അവര് ഈ രീതിയിൽ മനാഫിനെ ട്രീറ്റ് ചെയ്തത് ഭയങ്കര തെറ്റായിപ്പോയി. ശരിക്കും നന്ദികേട് തന്നെയാണ് അർജുന്റെ കുടുംബം ശരിക്കും ചെയ്തിരിക്കുന്നത്. ആ മരിച്ചുപോയ വ്യക്തി അർജുൻ ഒന്നും അറിയില്ല. അദ്ദേഹത്തിന് വേണ്ടി ഇദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു മനാഫ്. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും അറിയില്ല. മരിച്ചുപോയ വ്യക്തി അങ്ങനെ പോയി. എന്ത് ചെയ്യാനാണ്? പ്രിയപ്പെട്ടവർ എന്ന് കരുതി സഹായിച്ചതാണ്. പക്ഷെ അവഗണിക്കപ്പെട്ടപ്പോൾ ഒരു വേദന നമുക്ക് ഉണ്ടാവൂല്ലേ? കല്യാണത്തിന് ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം കഷ്ടപ്പാടുകൾ ആ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തിട്ട് അവസാനം കറിവേപ്പില പോലെ ആയപ്പോ ആ ഒരു വേദനയാണ് അദ്ദേഹം പറഞ്ഞത്. ശരിക്കും ആ പത്രസമ്മേളനത്തിൽ അവരുടെ അമ്മയുടെ ദേഷ്യം, അർജുന്റെ അമ്മയുടെ ദേഷ്യം, പെങ്ങളുടെ അഹങ്കാരം, ഭാര്യയുടെ ദേഷ്യം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അമ്മയ്ക്കില്ലാത്ത വിഷമം, അന്ന് അമ്മയ്ക്കില്ലാത്ത വിഷമം ശരിക്കും മനാഫിന് എന്തിനാണ്? എന്നിട്ടും മനാഫ് അത് ഏറ്റെടുത്തു. ഇപ്പൊ ഭാര്യയ്ക്ക് ഗവൺമെന്റ് ജോബ് കൊടുത്തു. എന്താവശ്യത്തിനാണ്? ഇപ്പൊ ഭർത്താവ് മരിച്ച എല്ലാ ഭാര്യമാർക്കും ഗവൺമെന്റ് ജോബ് കൊടുക്കും. ഈ ഗവൺമെന്റ് ജോബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ലിസ്റ്റിൽ പെട്ടവർക്ക് അറിയാം അതിന്റെ വേദന എങ്ങനെയാണെന്ന്. ഇതിപ്പോ ഇങ്ങനെ ഇവരിങ്ങോട്ട് ഭരണകർത്താക്കൾ അങ്ങോട്ട് വാരിക്കോരി കൊടുക്കുന്നുണ്ടല്ലോ. ശരിക്കും ഈ ലിസ്റ്റിൽ പെടണമെങ്കിൽ മണിക്കൂർ കണക്കിന് രാവും പകലും ഇരുന്ന് കഷ്ടപ്പെട്ട് ഉറക്കൊളച്ചിരുന്ന് കഷ്ടപ്പെട്ട് കിട്ടുന്ന പ്രതിഫലമാണ് എന്ത് ഈ ലിസ്റ്റിൽ പെടുക എന്ന് പറയുന്നത്. എന്നിട്ട് ലിസ്റ്റിൽ പെട്ടിട്ട് പോലും ജോബ് ലഭിക്കാതെ എത്രയോ പേര് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര വ്രതം നടത്തുന്നുണ്ട് ഇല്ലേ? ഇങ്ങനെ ഒരു കാരണവുമില്ല, സർക്കാർ കാരണമല്ലാതെ മരണമടഞ്ഞ ഒരു വ്യക്തിയാണ് അർജുൻ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു ജോബ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ള ഭർത്താക്കന്മാർ മരിച്ച എല്ലാ സ്ത്രീകൾക്കും ജോബ് കൊടുക്കണം, ഗവൺമെന്റ് ജോബ് കൊടുക്കണം. അല്ലാതെ ഇത് സർക്കാർ മുഖാന്തരമല്ലല്ലോ ഇത് മരിച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഗവൺമെന്റ് ജോബ് കൊടുക്കേണ്ട ആവശ്യം? പിന്നെ തളർന്നു കിടക്കുന്ന ഒരാളല്ല. ഇനി അമ്മയും അച്ഛനും ഇല്ലാത്ത മക്കൾക്കല്ല കൊടുത്തിരിക്കുന്നത്. ഇതെന്താണ്? ഭർത്താവ് മരിച്ച സ്ത്രീക്കാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എത്ര സ്ത്രീകൾ അങ്ങനെയുണ്ട്? അവർക്കൊക്കെ കൊടുക്കണ്ടേ? ഈ ഒരു ജോബിന് വേണ്ടി കഷ്ടപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എനിക്കൊക്കെ അത് നന്നായിട്ട് ഫീൽ ചെയ്യും. കാരണം ഞാൻ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ലിസ്റ്റിൽ വരെ എത്തിയ ആളാണ്. അതുകൊണ്ട് തന്നെ അത് കിട്ടാതെ പോകുമ്പോൾ ആ വിഷമമുണ്ടല്ലോ, നമ്മൾ അത്ര ഉറക്കൊളച്ചിരുന്ന് മണിക്കൂർ കണക്കിനാണ് പഠിക്കുക. അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതാണ്. PSC ഒക്കെ ഉള്ളത്. അതൊക്കെ ഇങ്ങനെ വാരിക്കോരി ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ഒരു ആവശ്യകതയും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് പിന്നെ ഗവൺമെന്റിന്റെ കൈപ്പഴ കൊണ്ടോ അല്ലെങ്കിൽ അവർ മുഖാന്തരം എന്തെങ്കിലും ഉണ്ടായതാണെങ്കിൽ കൊടുക്കാൻ അർഹതപ്പെട്ടതിനാണ്. അല്ലെങ്കിൽ മക്കൾക്ക് 18 വയസ്സ് മക്കൾ തികഞ്ഞിട്ടില്ല, അച്ഛനവർക്ക് 18 വയസ്സാകുമ്പോൾ അച്ഛനമ്മയും മരിച്ചുപോയ മക്കളാണെങ്കിൽ അവർക്ക് അതൊക്കെ അർഹതപ്പെട്ട് തന്നെയാണ്. പിന്നെ എന്തെങ്കിലും സാമ്പത്തിക സഹായം കൊടുക്കുക സ്ത്രീക്ക് എന്നല്ലാതെ ഉടനെ ഈ ഒരു ഗവൺമെന്റ് ജോബ് കൊടുക്കുക, അതിനോടൊന്നും ഞാൻ യോജിപ്പേ ഇല്ല കേട്ടാ. ഇനി ഇവരുടെ ഈ വീട്ടുകാർക്ക് സംസ്കാരം ഇല്ല എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാണ് അർജുന്റെ വീട്ടുകാരെ. അർജുനെ അല്ല പറയുന്നത്, അർജുൻ മരിച്ചുപോയി, അദ്ദേഹത്തിന് നല്ലത് ലഭിക്കട്ടെ. പക്ഷേ സംസ്കാരമില്ലായ്മ വീട്ടുകാരുടെ അങ്ങേയറ്റായിപ്പോയി. അവര് എന്തുമാത്രം കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഇവർക്ക് വേണ്ടിയിട്ട്. നമ്മൾക്ക് എന്തെങ്കിലും ഒരാളിൽ നിന്ന് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവരോട് ആ നന്ദി കാണിക്കുക എന്നത് നമ്മുടെ സംസ്കാരമാണ്. അവിടെ അവർ പിടിച്ചു വാങ്ങേണ്ടതല്ല. അത് നന്ദി കാണിക്കൂ എന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ സംസ്കാരമാണ്. തിരിച്ച് എപ്പോഴെങ്കിലും നമുക്ക് അത് തിരിച്ചു കൊടുക്കാൻ പറ്റിയെങ്കിൽ, ആ ഹെൽപ്പ് തിരിച്ചു കൊടുക്കാൻ പറ്റിയെങ്കിൽ അത് ഏറ്റവും വലിയ സംസ്കാരത്തിന്റെ ഉടമയായിരിക്കും നമ്മൾ, അല്ലെ? അല്ലാതെ തിരിച്ച് കാണിക്കാത്തത് എന്ത് സംസ്കാരമാണ്? ഇവരുടെയൊക്കെ എന്ത് സംസ്കാരമാണ്? ഒരു മംഗളകർമ്മം ഈ മനാഫിനെ വിളിച്ചില്ല, പിന്നെ അവർ ആരെയാണ് വിളിക്കുന്നത്? പറയും. അവർ ഈ മംഗളകർമ്മത്തിന് വിളിച്ചു കൂട്ടിയ ആൾക്കാരിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറയുന്നത് മനാഫ് തന്നെയായിരിക്കണം. കാരണം അവരുടെ വീട്ടിലെ മരണത്തിന്, അതായത് നമ്മുടെ സന്തോഷത്തിനൊപ്പം നിൽക്കുന്നവരല്ല, ദുഃഖത്തിനൊപ്പം നിൽക്കുന്നവരെയാണ് നമ്മൾ കൂടെ കൂട്ടേണ്ടത്. വളരെ മോശമായി പോയി, ഈ കുടുംബം ചെയ്തത് വളരെ മോശമായി പോയി.